ഞാൻ അങ്ങനെ ഒരു വലിയ ആർഭാടത്തിൽ പോകേണ്ട ഒരാളല്ല. ഞാൻ കരുതുന്നത് ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും, ഉള്ളിലെങ്കിലും ചിരിക്കും, പരിഹസിച്ചിരിക്കും. ഇതാരാണ് അല്പം ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്നവനാണെന്ന് തോന്നും. അതുകൊണ്ട് നാണക്കേട് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇതൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എത്രയും പത്രാസ് അധികാരത്തിൻ്റെ കൂടുമോ അത്രയും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകലും. അവ എത്രയും വലിയ പത്രാസ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ജനങ്ങളുമായി കൂടുതൽ അടുക്കും, കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് അധികാരത്തിൻ്റെ പത്രാസിൽ മയങ്ങില്ല എന്ന്. അത് മയങ്ങിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിർബന്ധിച്ച് പറഞ്ഞതെല്ലാം ഒഴിവാക്കാൻ നോക്കുകയാണ്. പോലീസ് നേരിടുന്ന വലിയ പ്രശ്നമാണ്. കാരണം മുഖ്യമന്ത്രിക്ക് Z+ കാറ്റഗറിയാണ്, വലിയ സെക്യൂരിറ്റി സംവിധാനം ആവശ്യമുള്ളതാണ്. പക്ഷേ ഞാനത് അനുവദിക്കില്ല. ഏയ് അത് വേണ്ട. അല്ല, അത് നമുക്ക് നോക്കാം. അവിടെയുള്ള എന്തായാലും ഞാൻ പുതിയ കാറൊന്നും മേടിക്കില്ല. അതിനുള്ള സാമ്പത്തിക ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ വന്ന് പുതിയ കാറ് മേടിച്ചാൽ അത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. ചിലപ്പോൾ കാറ് മേടിച്ചാൽ ഖജനാവിനൊന്നും സംഭവിക്കില്ല. പക്ഷെ അത് കൊടുക്കുന്ന താഴെത്തട്ടിലുള്ള നമ്മുടെ ഭരണ സംവിധാനത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു റോങ് മെസ്സേജ്. ഞാനങ്ങനെ ഏറ്റവും വലിയ അങ്ങനത്തെ ഉള്ളത് വെച്ച് പോവാം. അത് ഏത് വണ്ടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ആ വണ്ടി പോവും. പുതിയ വണ്ടിയൊന്നും മേടിക്കില്ല. തൽക്കാലത്തേക്ക് കേരളത്തിലെ ഖജനാവിലെ ഈ അവസ്ഥ മാറ്റിയെടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഉള്ള സംവിധാനം വെച്ച് അങ്ങ് പോവും. അത് മതി തന്നെ. നമസ്കാരം. നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർക്ക് കോൺഗ്രസിലെ തന്നെ തലമുതിർന്ന നേതാക്കൾ സ്വീകരിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചുറ്റും കൂടുന്നവരെയും പുകഴ്ത്തൽ പാട്ടുകാരെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം. അത് സ്വാഭാവികമായിട്ടും ഇത്രയും ഉന്നത സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ശ്രീ VD സതീശൻ അവർക്ക് സ്വയം അറിയാവുന്നത് തന്നെയാണ്. എങ്കിൽ തന്നെയും അവരതൊന്ന് ഓർപ്പിക്കുക കൂടി അവരുടെ ഒരു കടമ എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ AK ആൻ്റണി പറഞ്ഞിരുന്ന കാര്യവും അതുപോലെ തന്നെ VM സുധീരൻ പറഞ്ഞിരുന്ന കാര്യവുമാണ്. അത് സോഷ്യൽ മീഡിയ കിടക്കണം നമ്മൾ കേട്ട കാര്യം തന്നെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ പറഞ്ഞു വരുന്നതൊന്നുമല്ല. കാരണം നിയുക്ത മുഖ്യമന്ത്രി ആയതുകൊണ്ട് അനേകം ആളുകൾ വന്ന് സെൽഫി എടുക്കുകയും അതുപോലെ തന്നെ പുകഴ്ത്തൽ പാട്ടുകാർ, പാണന്മാരുടെ പാട്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടും ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുന്നവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ പാടി പുകഴ്ത്താനൊക്കെ ആയിട്ട് എല്ലാവരും മത്സരിക്കുക. അതൊക്കെ സ്വാഭാവികമാണ്. സോഷ്യൽ മീഡിയയുടെ അവരെ പറ്റി പുകഴ്ത്തി പറയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുക, അതൊക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഒന്ന് വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി. കാരണം ഇത്ര ഉന്നതനായിട്ടുള്ള വ്യക്തിയോടൊപ്പം എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി അങ്ങനെ പലരും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് നല്ലതെന്ന് തന്നെയാണ്, അതിനകത്തൊന്നും കുറ്റമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം ഒന്ന് പരാമർശിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഫോട്ടോയൊക്കെ ഇട്ടുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു. അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചേക്കാന്ന് കരുതി. അതിനകത്ത് എത്രത്തോളം അതിനകത്ത് കഴമ്പുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട് എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ എങ്കിൽ പോലും കൂടെ അത് പൊതുസമൂഹം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനതിനെ എടുത്തു പറയുന്നത്. അതായത് ശ്രീ VD സതീശൻ്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു നടി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ പേര് റിനി ആൻ ജോർജ് എന്നാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. ചെറിയൊരു പോസ്റ്റേ ഉള്ളൂ. അതായത് VD സതീശനോട് ചേർന്ന് നിന്നുകൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്ത്, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്നുള്ളത് നമുക്കറിയാം, മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് UDF തെരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യത്തിന് ആണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അനേകം പോസ്റ്റുകളുടെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നുകൊണ്ടാണ് ഇത് ശ്രദ്ധിച്ചുകൊണ്ടാണ് അതിനെപ്പറ്റി ഒരു പരാമർശം നടത്തുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: നിങ്ങൾ എല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തൻ ഇല്ലേ? ആ നിങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ടും VD സതീശനെതിരെ ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെ ആയിരിക്കണം നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തൻ ഇല്ലേ? ആ ഒരുത്തൻ എന്നുള്ളത് ശ്രീ VD സതീശനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇനി അടുത്ത ലൈൻ: നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. അവിടെയും രണ്ടാമതൊരു ഒരുത്തൻ വന്നിട്ടുണ്ട്. അതും
വി ഡി സതീശനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ലൈൻ, നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. അവിടെയും ഒരുത്തൻ വന്നിട്ടുണ്ട്. അതും ശ്രീ വി ഡി സതീശനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വനവാസമല്ല ഇനി പട്ടാഭിഷേകം. ഓക്കെ, അത് നല്ലൊരു വാചകമാണ്. വനവാസമല്ല പട്ടാഭിഷേകം. പത്മനാഭൻ്റെ മണ്ണിൽ എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും. പത്മനാഭൻ്റെ മണ്ണെന്ന് പറയുന്നത് നമുക്കറിയാം, തിരുവനന്തപുരത്തെ അനന്ത പത്മനാഭൻ, അതാണ് പത്മനാഭൻ്റെ മണ്ണെന്ന് പറഞ്ഞത്. പക്ഷെ അത് വെറും സിമ്പിളായിട്ട് വെറും ഒരു നിസ്സാരക്കാരനാക്കിയിട്ട് പത്മനാഭൻ്റെ മണ്ണ് അത്രേ ഉള്ളൂ അതിന് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം പത്മനാഭൻ്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും. അതാണ് ഒരു ഗൗരവം കൂടിയൊരു വാചകം. പത്മനാഭൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തെക്കൻ കേരളത്തിലെ ഏറ്റവും ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു ദൈവമൂർത്തിയാണ്, അല്ലെങ്കിൽ ദൈവം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ പത്മനാഭനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പത്മനാഭൻ്റെ മണ്ണ്, ഒരു പത്മനാഭൻ്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള എല്ലാവരും പറയുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീ പത്മനാഭൻ്റെ സ്ഥാനത്ത് അത് വേറൊരു പത്മനാഭനാണ്. ആ മണ്ണിൽ ഇനി വാഴാൻ പോകുന്നത് എൻ്റെ ശ്രീ പത്മനാഭനാണ് എന്നുള്ളതാണ്. അതായത് നിലവിൽ അവിടെയുള്ള പത്മനാഭനെ മാറ്റിക്കൊണ്ട് ഇനി അടുത്തൊരു പത്മനാഭൻ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ അതിനകത്ത് നിർവചിക്കാം, എന്തോ ആയിക്കോട്ടെ. എന്താണെങ്കിലും ഇതാണ് ആ സന്ദേശം. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു 2 ഇമോജിയും കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു ലവ് ഇമോജി, മറ്റൊന്ന് ഒരു റാണി പോലെയുള്ളൊരു ഇമോജി. ഇതാണ് ഇതിനകത്തുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് എടുത്തു പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നടി ഏതാണ്, ഈ റിനി ആൻ ജോർജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയായിരിക്കും. എങ്കിൽ പോലും കൂടെ ഇതിനകത്ത് എടുത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു വിഷയം പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണല്ലോ. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും കൂടെ ആദ്യം ഈ വിഷയവുമായിട്ട് ഒരു വലിയൊരു വെടി പൊട്ടിച്ച് രംഗത്തേക്ക് വന്ന ഒരു നടിയാണ് ഈ നടി. അതുകൊണ്ടാണ് ഇതിനകത്തൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് AK ആൻ്റണിയും ശ്രീ VM സുധീരനും ഒക്കെ പറഞ്ഞിരുന്നൊരു ഭാഗം നിയുക്ത മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് നമ്മളും കൂടി പറഞ്ഞു വെക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി അദ്ദേഹം നമ്മുടെയും കൂടെ കൂടിയ മുഖ്യമന്ത്രിയാണല്ലോ. അതുകൊണ്ടാണ്. അപ്പം ഇവിടെ ഇപ്പം ഈ ഒരുത്തൻ എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ചൊക്കെ പറയാൻ മാത്രമുള്ള ചിലപ്പോൾ അത്രയോ സ്വാതന്ത്ര്യമോ അടുപ്പമൊക്കെ ഉണ്ടായിരിക്കാം. അതിനകത്ത് ഈ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കൾ കൂടി ചീത്ത വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കൂടെ ആ ഒരു ചീത്തയായിട്ട് വരുന്നില്ല. കാരണം സ്വരത്തിലാണ് അർത്ഥം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ ഇത്രയും അടുപ്പമുള്ളവർ തങ്ങളിൽ ഇപ്പോൾ ഒരുത്തൻ മുഖ്യമന്ത്രിനെ ഇപ്പോൾ ഒരുത്തൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇടഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിലാണ് അതിനകത്തൊക്കെ വലിയ ഗൗരവം കൂടുന്നത്. നമുക്കറിയാം, ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിച്ചത് പോലും കൂടെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് പിണറായിസ്റ്റുകൾക്കും മറ്റു പലർക്കും ഭയങ്കരമായിട്ട് അതിനകത്ത് രാഹുൽ മാക്കൂട്ടത്തിനെ ആക്രമിക്കാനായിട്ടുള്ള ഒരു ത്വരയുണ്ടാക്കി കൊടുത്തൊരു സംഭവമാണ് എടോ വിജയ എന്ന് വിളിച്ചത്. അത് പിന്നെ എടാ വിജയ എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ ആക്കി, പക്ഷേ അങ്ങനെ വിളിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് ആ ബൈറ്റൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി. എടോ വിജയ എന്നാണ് വിളിച്ചത്. അതിനകത്ത് ഇനിയിപ്പോൾ എന്താണെങ്കിൽ പോലും കൂടെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പം നിയുക്ത മുഖ്യമന്ത്രിനെ ഒരുത്തൻ എന്നൊക്കെ ഒരു 3 ആവർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അപാകത ഇല്ലായിരിക്കാം അല്ലേ? ഇപ്പം നമുക്കിപ്പോൾ അങ്ങനെ ധരിക്കാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇത്തരം പുകഴ്ത്തൽ പാട്ടുകാർ, അതാണ് നമുക്ക് പറയാനുള്ളത്. നിയുക്ത മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗത്തിനും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം പുകഴ്ത്തൽ പാട്ടുകാരും കണ്ടമാനം വരുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഈ ഏതൊരു മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, അതുപോലെ ഏതൊരു മന്ത്രിയാണെങ്കിലും ഏതൊരു MLA ആണെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുകഴ്ത്തൽ പാട്ടുകാരുടെ ഒരു കൂട്ടം തന്നെ വരിക സ്വാഭാവികമാണ്. പക്ഷേ ഇതൊരു മുഖ്യമന്ത്രി കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരക്കാരുടെ എണ്ണം കൂടും. ആ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഇത്തരം അപകടങ്ങൾ ചിലപ്പോൾ പതിയിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാതൊരു കാര്യവും ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടൂരുണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ,
അതുപോലെ തന്നെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലം പാലക്കാടുമാണ്. ഇതൊന്നും അല്ലാത്ത പറവൂർ മണ്ഡലത്തിലെ ഒരു നടിയാണ് ആദ്യം ഈ സംഭവം സംബന്ധിച്ചൊരു വെടി പൊട്ടിച്ച് രംഗത്തേക്ക് വന്നത്. അതിനകത്ത് ചിലപ്പോൾ ആ നടിക്ക് ആയിട്ട് ബന്ധപ്പെട്ടവരെ ആണ് ഈ രാഹുൽ മാക്കൂട്ടം മിസ്യൂസ് ചെയ്തതെന്നുള്ളൊക്കെ ഒരു അറിവിൻ്റെ വെളിച്ചത്തിലായിരിക്കും അവർ പറഞ്ഞത്. എന്താണെങ്കിലും അറിവ് എത്രത്തോളം ഉണ്ടായിരുന്നു, അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ എത്രയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ഹൈക്കോടതികൾ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ അതിനകത്ത് എന്തൊക്കെയാണ് അടിയൊഴുക്കുകൾ നടന്നതെന്നുള്ളത് ഇപ്പോൾ ഏകദേശം പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിനി എന്ത് ആയിക്കോട്ടെ, അതിൻ്റെ നന്മ തിന്മ ഇപ്പം നിർവചിക്കുന്ന ഒരു കാര്യത്തിലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു സംഭവത്തെപ്പറ്റി പറഞ്ഞതല്ല. ഇതിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിക്ക് ഇത്തരം പുകഴ്ത്തൽ പാട്ടുകൾ അത് പിന്നീട് വലിയ കൈപ്പേറിയ സംഭവങ്ങൾ, കാരണം ഒരു മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ പരാതിയുടെ പേരിൽ, ഒരു സ്ത്രീ നൽകിയ ഒരു മെയിൽ പരാതിയുടെ പേരിൽ ഒരു MLA-നെ പാതിരാത്രിയിൽ പോലും താമസിക്കുന്നിടത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള നിയമ സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ ഒരു MLA-ക്കുള്ള പ്രിവിലേജും ഒരു മുഖ്യമന്ത്രിക്കുള്ള പ്രിവിലേജും വലിയ വ്യത്യാസമൊന്നുമില്ല. അത് തന്നെയല്ല, നിയമത്തിൻ്റെ കണ്ണിൽ ഇതെല്ലാം ഒരുപോലെയാണ് എന്നുള്ളതും നമ്മളിവിടെ നോക്കി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി നിയുക്തനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ കേരളത്തെ നയിക്കാൻ പോകുന്ന സർവശ്രീ ശ്രീ VD സതീശൻ അവറുകളോട് AK ആന്റണി പറഞ്ഞതുപോലെയോ അതുമല്ലെങ്കിൽ VM സുധീരൻ പറഞ്ഞതുപോലെയോ ഒന്നും പറയാനുള്ള ആൾക്കാരല്ല ഞങ്ങളൊക്കെ വെറും നിസ്സാരക്കാരിൽ നിസ്സാരക്കാരാണ്. എന്താണെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടത്തുന്നു. നന്ദി.